ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാൽ മാത്രമായിരിക്കും എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം അറിയണ്ടേ? ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഗ്രാഫിക്സ് ഡിസൈനർ ആവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സോഫ്റ്റ്വെയറും അതിൻ്റെ ഉപയോഗം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ഗ്രാഫിക്സ് ഡിസൈനർ ആവാം. അത്ര വലിയ പണിയൊന്നുമില്ല ഗ്രാഫിക്സ് ഡിസൈനർ ആവാൻ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പ് അധിക പേർക്ക് അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ്. നമ്മളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ പറയാം ഫോട്ടോഷോപ്പ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു സോഫ്റ്റ്വെയറും ഫ്രീ ആയിട്ട് ലഭിക്കില്ല, എല്ലാം പെയ്ഡാണ്. നല്ല മന്ത്ലി ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഫോട്ടോഷോപ്പാണ്. അപ്പോൾ ഫോട്ടോഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമുക്ക് കളർ ഗ്രേഡിങ് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് ചെറിയ ഭാഗങ്ങൾ വേണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വേറൊരു ഭാഗം അവിടെ ചേർത്തിട്ട് അത് ഒറിജിനലായിട്ടുള്ള ഒരു പിക്ചറുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതാണ് ഒരു ഫോട്ടോഷോപ്പിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ, അതായത് വർക്ക് ചെയ്യുമ്പോൾ അധികമായിട്ട് ഇപ്പോൾ നമ്മളുടെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വരാറില്ല. അതിന് വേണ്ടി രണ്ടാമത്തെ ഒരു ടൂളുണ്ട്, അതാണ് അഡോബ് ഇലിസ്ട്രേറ്റർ എന്ന് പറയും. നമ്മൾ ഈ ലോഗോസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അധികം നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ ഡിസൈൻ കാർഡ് ഉണ്ടാക്കാനും, വെഡ്ഡിങ് കാർഡ്, അതേപോലെ തന്നെ ബിസിനസ് കാർഡ്, മറ്റു കുറേ കാർഡുകളുണ്ടല്ലോ നമ്മളുടെ ഫ്ലെക്സ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഇലിസ്ട്രേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഫോട്ടോഷോപ്പിൽ ചെയ്യാനും സാധിക്കും. പക്ഷേ ഇലിസ്ട്രേറ്ററിൽ അതിൻ്റെ കാട്ടിയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇലിസ്ട്രേറ്റർ ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഇലിസ്ട്രേറ്ററിൻ്റെ ഉപയോഗം എന്തെന്ന്. ലോഗോ ഡിസൈനിങ്ങും മറ്റ് ഏത് പ്രൊജക്റ്റും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിത്തെ പോലെ മാനിപ്പുലേഷൻ ചെയ്യാൻ സാധിക്കില്ല, അതേപോലെ തന്നെ കളർ ഗ്രേഡിങ് ചെയ്യാനും സാധിക്കില്ല. അത് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുന്ന അധിക സാധനം ഇലിസ്ട്രേറ്റർ ഉണ്ടാവില്ല. ഇലിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ, അതായത് ഫോട്ടോഷോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു റാസ്റ്ററാണ് അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്. അതുകൊണ്ട് തന്നെ ആ പിക്സലായിരിക്കും അവിടെ മെയിനായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഫോട്ടോഷോപ്പിൽ. പക്ഷേ ഇലിസ്ട്രേറ്ററിൽ അങ്ങനെയല്ല. ഇലിസ്ട്രേറ്ററിൽ മെയിനായിട്ട് ഉപയോഗിച്ച് വരുന്നത് പിക്സലല്ല, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എത്രയും കുഴപ്പം വരില്ല. ഇലിസ്ട്രേറ്ററാണ് രണ്ടാമത്തെ ടൂളെന്ന് ഞാൻ പറയാനുള്ളത് ഇൻഡിസൈനിങ് ആണ്. ഇൻഡിസൈനിങ് പലവരും കേട്ട് കാണും, എന്നാലും ഞാൻ പറയാം. ഇൻഡിസൈനിങ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ബുക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിസൈനിങ് ഉപയോഗിക്കുന്നത്. ബുക്കിൻ്റെ കവർ പേജ് എങ്ങനെയായിരിക്കണം, അതേപോലെ തന്നെ നമ്മളുടെ ബുക്കിലെ മാർജിൻ എത്ര കൊടുക്കണം, അതേപോലെ തന്നെ മാർജിനും പാഡിങ്ങും അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ എത്ര കൊടുക്കണം, അതുപോലെ തന്നെ ലെറ്റർ എങ്ങനെ വരണം, അതിൻ്റെ ഫോണ്ട് എന്തായിരിക്കണം, പേജ് നമ്പർ ഏത് ഓർഡറിൽ വരണം, പേജ് നമ്പർ താഴെ വരണോ അല്ലെങ്കിൽ മുകളിൽ വരണോ, അതുമല്ല നമ്മുടെ ഹെഡിങ് ഉണ്ടാവും. നമ്മുടെ ഓരോ പേജ് മറിക്കുമ്പോഴും പേജിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. ആ ഹെഡിങ് മുകളിൽ വേണോ, അല്ലെങ്കിൽ സെൻറ്ററിൽ വേണോ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വേണോ, അല്ലെങ്കിൽ താഴെ വേണോ, എല്ലാം നിങ്ങൾ ബുക്കിൽ കാണുന്ന ഏത് ഡിസൈനിങ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻഡിസൈനിങ് എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻഡിസൈനിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഷെയർ ചെയ്തത് 3 സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ആ 3 സോഫ്റ്റ്വെയർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.